ട്രംപ് ഭരണത്തിന് പോകുന്നതിന് മുമ്പ് ഇന്ത്യ ഗവൺമെൻറ്റും അമേരിക്കയുമായിട്ട് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് സഹകരിച്ച് പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ ഫെസിലിറ്റീസ് നശിപ്പിക്കുക. ഇതിൽ പാകിസ്ഥാൻ്റെ ആർമിക്ക് വലിയൊരു ഘടകമുണ്ട്. കാരണം പാകിസ്ഥാനിലുള്ള ആർമി സീനിയറായിട്ടുള്ളവരെല്ലാം അമേരിക്കൻ കക്ഷികളാണ്. അപ്പോൾ അവരുമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻ കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് നടക്കുന്നത്. ഒരു സൊല്യൂഷൻ ഉണ്ടായിട്ടില്ല. കാരണം പാകിസ്ഥാൻ ഈ പറയുന്ന അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്, അവർക്ക് ഈ ന്യൂക്ലിയർ വെപ്പൺസ് എങ്ങനെ കേപ്പബിലിറ്റി, ഈ ബോംബ്സ് എത്രമാത്രം സെക്യൂർ ചെയ്ത് നിർത്താൻ സാധിക്കും. അപ്പം അതിന് അമേരിക്കൻ ഗവൺമെൻറ് പണം കൊടുക്കുന്നുണ്ട് പാകിസ്ഥാന്. കാരണം സുരക്ഷിതമായിട്ട് ഈ ബോംബുകൾ വെക്കണം. ഈ പറയുന്ന ടെററിസ്റ്റുകൾ 3 പ്രാവശ്യമാണ് അറ്റാക്ക് ചെയ്തത്. അവരിത് എടുത്തുകൊണ്ട് പോകാനോ നശിപ്പിക്കാനോ ഇടം വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള ജനങ്ങളെ ഇത് വല്ലാത്ത രീതിയിലാക്കും. ഇങ്ങനൊരു സീരിയസ് ഡിസ്കഷൻ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടക്കുന്നുണ്ട്. ഇതിനെ പിന്തുണ നേരത്തെ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇസ്രായേലിന് ഭയം ഈ പറയുന്ന പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം ഈ ബോംബുകൾ ഏതെങ്കിലും ഇസ്ലാമിക രാജ്യത്തിന് കൈമാറിയാൽ അവരാദ്യം കൊണ്ടിടുന്നത് ഇസ്രായേലിൻ്റെ മുകളിലായിരിക്കും. കാരണം അവർക്കും ഭയങ്കര പേടിയുണ്ട്. അതുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്ത ശേഷം ഇസ്രായേലി ഗവൺമെൻറ് അന്ന് ഇന്ത്യയോട് പറഞ്ഞാണ് എയർബേസ് തരുവാണെങ്കിൽ ഈ പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ വെപ്പൺസ് അവർക്ക് അടിച്ചിടാവുന്നത്.